എല്ലാ നന്മയ്ക്കായി സ്വർഗദാതൻ ചെയ്തിടുന്നു. എല്ലാ നന്മയ്ക്കായി സ്വർഗദാതൻ ചെയ്തിടുന്നു. നിന്നയാമാം വിളി കേട്ടവർക്കും ദൈവത്തിൻ സ്നേഹമറിഞ്ഞവർക്കും നിന്നയാമാം വിളി കേട്ടവർക്കും ദൈവത്തിൻ സ്നേഹമറിഞ്ഞവർക്കും എല്ലാം നന്മയ്ക്കായി സ്വർഗദാതൻ ചെയ്തിടുന്നു. എല്ലാം നന്മയ്ക്കായി സ്വർഗദാതൻ ചെയ്തിടുന്നു. ഭാരങ്ങളും പ്രയാസങ്ങളും രോഗങ്ങളും എല്ലാ ദുഃഖങ്ങളും ഭാരങ്ങളും പ്രയാസങ്ങളും രോഗങ്ങളും എല്ലാ ദുഃഖങ്ങളും എൻ്റെ ദാതൻ തന്നിടുമ്പോൾ എന്നെ അവൻ സ്നേഹിക്കുന്നു. എൻ്റെ ദാതൻ തന്നിടുമ്പോൾ എന്നെ അവൻ സ്നേഹിക്കുന്നു. എല്ലാം നന്മയ്ക്കായി സ്വർഗദാതൻ ചെയ്തിടുന്നു. എല്ലാം നന്മയ്ക്കായി സ്വർഗദാതൻ ചെയ്തിടുന്നു. പ്രതികൂലങ്ങൾ ഏറെയെന്നാൽ അനുകൂലമായി യേശുവുണ്ട്. പ്രതികൂലങ്ങൾ ഏറെയെന്നാൽ അനുകൂലമായി യേശുവുണ്ട്. പതറുകില്ല, തളരുകില്ല, സ്വർഗ്ഗസിയോനിലെത്തിയിടും ഞാൻ. പതറുകില്ല, തളരുകില്ല, സ്വർഗ്ഗസിയോനിലെത്തിയിടും ഞാൻ. എല്ലാം നന്മയ്ക്കായി സ്വർഗദാതൻ ചെയ്തിടുന്നു. എല്ലാം നന്മയ്ക്കായി സ്വർഗദാതൻ ചെയ്തിടുന്നു. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ക്രിസ്ത്യ വന്ദനം അറിയിക്കുകയാണ്. ഇന്നത്തെ നമ്മുടെ ചിന്തയ്ക്കായിട്ട് യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 55-ാം അധ്യായം 8-ാം വാക്യത്തെ ആസ്പദമാക്കി എൻ്റെ വിചാരങ്ങൾ നിങ്ങളുടെ വിചാരങ്ങളല്ല, നിങ്ങളുടെ വഴികൾ എൻ്റെ വഴികളുമല്ല എന്ന് യഹോവ അരുളിച്ചെയ്യുന്നു. ആകാശം ഭൂമിക്ക് മീതെ ഉയർന്നിരിക്കുന്ന പോലെ എൻ്റെ വഴികൾ നിങ്ങളുടെ വഴികളിലും എൻ്റെ വിചാരങ്ങൾ നിങ്ങളുടെ വിചാരങ്ങളിലും ഉയർന്നിരിക്കുന്നു. എല്ലാം നന്മയ്ക്കായി ദൈവം ചെയ്യുന്നു എന്നുള്ള ഒരു ചിന്തയാണ് നിങ്ങളെ ഓർമ്മിപ്പാൻ ആഗ്രഹിക്കുന്നത്. സുപ്രസിദ്ധ സുവിശേഷ പ്രസംഗനായിരുന്ന എച്ച്.എ. ഐൻസൈഡ് അമേരിക്കയിൽ ഒരു സ്ഥലത്ത് പ്രസംഗം നടത്തിയ ശേഷം മറ്റൊരിടത്തേക്ക് യാത്രയാകുകയായിരുന്നു. താൻ റെയിൽവേ സ്റ്റേഷനിൽ എത്തുമ്പോഴേക്കും താൻ പ്രതീക്ഷിച്ച ട്രെയിൻ പോയി കഴിഞ്ഞു. പിന്നെ അർദ്ധരാത്രിക്ക് മാത്രമേ അടുത്ത ട്രെയിനുള്ളൂ. അതിൽ യാത്ര ചെയ്താൽ അന്ന് വൈകുന്നേരം നടക്കാനിരിക്കുന്ന യോഗത്തിൽ പ്രസംഗിക്കാൻ സാധ്യമല്ല. ഇപ്രകാരം സംഭവിച്ചതിൽ അല്പം വിഷമമുണ്ടായെങ്കിലും ദൈവം സകലവും നന്മയ്ക്കായി രൂപപ്പെടുത്തുന്നുവെന്ന് താൻ വിശ്വസിച്ചതിനാൽ ഇതിൻ്റെ ആവശ്യം എന്തായിരുന്നു എന്ന് മനസ്സിലാക്കി തരണമെന്ന് ദൈവത്തോട് പ്രാർത്ഥിച്ചതുകൊണ്ട് അർദ്ധരാത്രി വരെ കാത്തിരുന്നു. അർദ്ധരാത്രിയിലെ ട്രെയിനിൽ ഇരിപ്പിടം കിട്ടിയില്ല. വളരെ പരിശ്രമിച്ച ശേഷം ഒരു കമ്പാർട്ട്മെൻറ്റിൽ ഞെരുങ്ങി നിന്നു. കുറച്ച് ക്ഷീണിച്ചപ്പോൾ ഇരുന്നാൽ കൊള്ളാമെന്ന് കരുതി ഇടം നോക്കി. അടുത്ത സീറ്റിലിരുന്ന ഒരാൾ നെടുവീർപ്പിട്ടും കൊണ്ട് അല്പം തിരിയുന്ന സമയം നോക്കി. ലഭിച്ച ഏറ്റവും ചുരുങ്ങിയ സ്ഥലത്ത് വിഷമത്തോടിരുന്നു കൊണ്ട് നെടുവീർപ്പിട്ട ആളിൻ്റെ വിഷാദ കാരണം തിരക്കി. അതിനയാൾ അന്ന് പകൽ ഒരു ട്രാക്റ്റ് വായിച്ചെന്നും അതിലെ ഉള്ളടക്കം തന്നെ കൂടുതൽ വിഷമിപ്പിച്ചു എന്നും തൻ്റെ സംശയങ്ങൾക്കും ഭയങ്ങൾക്കും ഒരു പ്രതിവിധി തുറവാൻ കഴിയുന്ന ഒരാളിനെ കണ്ടുകിട്ടാത്തതിനാൽ ഞാൻ വിഷമിച്ച് ആശ്വാസമില്ലാതെ കഴിയുകയാണെന്നും പറഞ്ഞു. ഐൻസൈഡ് എഴുതിയതോ വായിച്ചിട്ടുള്ളതായ ഈ ട്രാക്റ്റിനെ അടിസ്ഥാനമാക്കി അയാളോട് സുവിശേഷം അറിയിച്ചു. ട്രെയിനിൽ വെച്ച് അദ്ദേഹം രക്ഷിക്കപ്പെട്ടു. ഇയാളെ രക്ഷയിലേക്ക് നടത്തുവാൻ വേണ്ടി ആദ്യത്തെ ട്രെയിൻ ദൈവം നഷ്ടപ്പെടുത്തിയതാണ് എന്ന് ഡോക്ടർ ഐൻസൈഡ് മനസ്സിലാക്കിയതോടെ സന്തോഷിക്കുകയും ദൈവത്തിന് നന്ദി അർപ്പിക്കുകയും ചെയ്തു. രക്ഷിക്കപ്പെട്ട ആളും അദ്ദേഹത്തോടൊപ്പം സന്തോഷിച്ച് ദൈവത്തിന് മഹത്വം അർപ്പിച്ചു. അതാണ് നാം തിരുവചനത്തിൽ വായിച്ചത്. എൻ്റെ വിചാരങ്ങൾ നിങ്ങളുടെ വിചാരങ്ങളല്ല, നിങ്ങളുടെ വഴികൾ എൻ്റെ വഴികളുമല്ല
എന്ന് യഹോവ അരുളിച്ചെയ്യുന്നു. ആകാശം ഭൂമിക്ക് മീതെ ഉയർന്നിരിക്കുന്ന പോലെ എൻ്റെ വഴികൾ നിങ്ങളുടെ വഴികളിലും എൻ്റെ വിചാരങ്ങൾ നിങ്ങളുടെ വിചാരങ്ങളിലും ഉയർന്നിരിക്കുന്നു. പ്രിയ ശ്രോതാക്കളെ, നമ്മുടെ ജീവിതത്തിലും ഇതുപോലുള്ള പല അനുഭവങ്ങളും ഉണ്ടായിരിക്കാം. എന്നാൽ അതിലൊക്കെയും ദൈവത്തിന് ഹിതം തിരിച്ചറിയുക എന്നതാണ് നമ്മുടെ ദൗത്യം. മോശ ഇസ്രായേൽ ജനത്തെ കനാൻ ദേശത്തെ കൊണ്ടുപോകാൻ മിസ്രൈമിൽ നിന്ന് വിടുവിച്ച സംഭവം ഏവർക്കും സുപരിചിതമാണല്ലോ. അവർക്ക് വഴികാട്ടിയായിരുന്നത് അഗ്നിസ്തംഭവും മേഘസ്തംഭവുമായിരുന്നു. എന്നാൽ ചെങ്കടലിൻ്റെ തീരത്ത് എത്തിയപ്പോൾ മുന്നോട്ട് പോകുവാൻ നിർവാഹമില്ലാതെ ഇരുന്നപ്പോൾ അവർക്ക് മുമ്പായി വഴികാട്ടിയായിരുന്ന അഗ്നിസ്തംഭവും മേഘസ്തംഭവും ജനത്തിൻ്റെ പിന്നിലേക്ക് മാറിപ്പോയി. ജനത്തിനെല്ലാം വളരെ നിരാശ തോന്നി. അത് നന്മയ്ക്കായിട്ടായിരുന്നു എന്ന് പിന്നത്തേതിൽ അറിയുവാനിടയായി. ജനത്തെ പിന്തുടർന്ന ഫറവോനും സൈന്യവും ഇസ്രായേലത്തെ പിന്തുടരാതെ ഇരിപ്പാൻ ദൈവം ഒരുക്കിയ പദ്ധതിയായിരുന്നു എന്ന് പിന്നത്തേതിൽ അറിയുവാനിടയായി. പലപ്പോഴും ജീവിതത്തിൽ നമുക്ക് നേരിടുന്ന പ്രതിസന്ധികൾ നമ്മെ നിരാശയിലേക്ക് നയിക്കുമ്പോൾ ഒരു കാര്യം ചിന്തിക്കുക: ദൈവം ദോഷമായിട്ട് ഒന്നും നമ്മോട് ചെയ്യുകയില്ല. നീതിമാൻ്റെ അനർത്ഥങ്ങൾ അസംഖ്യമായി വരും, എങ്കിലും അതിൽ നിന്നൊക്കെയും വിടുവിപ്പാൻ സർവശക്തൻ മതിയായവനാണ്. ആകയാൽ പ്രിയ ശ്രോതാക്കളെ, ദൈവം എല്ലാം നന്മയ്ക്കായി മാത്രമേ ചെയ്യുകയുള്ളൂ. ജീവിതം വഴിമുട്ടി നിൽക്കുന്ന സന്ദർഭങ്ങളിലും ചെങ്കടലിൻ്റെ തീരത്ത് വെറും ഒരു വടിയെന്ന് തോന്നിയാലും ആ ദൈവത്തിൻ്റെ വടിയായതിനാൽ മോശയുടെ കരം നീട്ടിയപ്പോൾ ചെങ്കടൽ രണ്ടായി പിളർന്നു. ജനങ്ങൾ സുഗമമായി മറുകരയെത്തുവാൻ ഇടയായി. വഴികാട്ടിയായിരുന്ന പിന്മാറിയെങ്കിലും അത് പിന്നത്തേത് നന്മയ്ക്കായിരുന്നു എന്ന് ജനത്തിന് മനസ്സിലായി. ആകയാൽ നമ്മുടെ ജീവിതത്തിൽ നേരിടുന്ന പ്രതിസന്ധികളിൽ തളർന്നു പോകാതെ വിശ്വാസത്താൽ കാൽച്ചൂടെ വയ്ക്കുവാൻ സർവശക്തൻ ഏവർക്കും കൃപ ചെയ്യട്ടെ. ദൈവം ഏവരെയും ഈ ചിന്തയാൽ അനുഗ്രഹിക്കുമാറാകട്ടെ. തിരുവചന ഭാഗങ്ങൾ തുടർന്ന് ലഭിക്കുവാൻ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. തുടർന്നുള്ള തിരുവചനങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. Yeah.